വിവിധ മേഖലകളിലെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി $500 ബില്യൺ കരാറിന് ഇന്ത്യ പ്രതിരോധം, സാങ്കേതികവിദ്യ, കൃഷി, ഊർജ്ജം തുടങ്ങിയ മേഖലകളിലാണ് സഹകരണം. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം തുടരുകയാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഇന്ന് റൂബിയോ കൂടിക്കാഴ്ച നടത്തും. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, മാർക്കോ റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ച നടക്കുകയാണ്. കൂടുതൽ ചർച്ചകൾക്കുള്ള സാധ്യതയുണ്ടോ? കൂടുതൽ കരാറുകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കാനുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ടോ? അനുശ്രീ, വളരെ സുപ്രധാനമായ കരാറിലേക്കാണ് ഇന്ത്യയും അമേരിക്കയും എത്തിച്ചേർന്നിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്, അവരുടെ സാങ്കേതിക സഹായം ഉൾപ്പെടെ, ഊർജ്ജ മേഖലയിൽ ഉൾപ്പെടെ നിക്ഷേപങ്ങൾ നടത്തുന്നതിന്, അവിടെ നിന്ന് അവരുടെ സാങ്കേതിക വിദ്യ വാങ്ങുന്നതിനൊക്കെ തന്നെയാണ് ഈ $500 ബില്യൺ കരാറിൽ ധാരണയായിരിക്കുന്നത്. നമുക്കറിയാം, താരിഫ് യുദ്ധമൊക്കെ വലിയ തോതിൽ നടന്നതാണ്. അമേരിക്ക ഇന്ത്യക്ക് മേൽ 50%-ലധികം, ഏറ്റവും ഒടുവിൽ അത് ചൈനയും ഇന്ത്യയും ബ്രസീലും അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് വലിയ തോതിൽ താരിഫ് ഉയർത്തിക്കൊണ്ടുള്ള നടപടികളിലേക്ക് അമേരിക്ക പോയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് മഞ്ഞുരുക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രധാനമായും പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യ എടുത്ത നിലപാട് ഈ എണ്ണ പ്രതിസന്ധി, ഓയിൽ പ്രതിസന്ധി ഉണ്ടാകരുതെന്ന കാര്യമാണ്. അവിടെ റഷ്യയുടെ എണ്ണ വാങ്ങുന്നതിന് നേരത്തെ അമേരിക്ക വിലക്കേർപ്പെടുത്തിയിരുന്നു. അത് മാറ്റിക്കൊണ്ട് പിന്നീട് തീരുമാനമായി. ഇപ്പോഴും ആ വിലക്ക് മാറ്റിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയാണ്. പക്ഷേ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ആവശ്യം വെനസ്വേലൻ എണ്ണ ഇന്ത്യ വാങ്ങണമെന്നതാണ്. ഇപ്പോൾ മാർക്കോ റൂബിയോയുടെ സന്ദർശനം 4 ദിവസത്തേക്കാണ്. ഈ സന്ദർശനത്തിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ, വളരെ താമസിയാതെ വെനസ്വേലയുടെ പുതിയ പ്രസിഡന്റ് മർഡോയെ അവർ ഒഴിവാക്കിയിരുന്നു, പിടികൂടിയിരുന്നു. അതിനുശേഷം അവിടെ അമേരിക്കയുടെ താല്പര്യപ്രകാരം വെച്ച പ്രസിഡന്റാണ് അദ്ദേഹം. അധികം താമസിയാതെ ഇന്ത്യയിലേക്ക് എത്തും. തുടർന്ന് ചർച്ചകൾ നടക്കും. വെനസ്വേലയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, റിഫൈനറീസിൻ്റെയൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട്. അവിടുത്തെ ഒരു സംസ്കരണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇറാനിൽ നിന്നോ റഷ്യയിൽ നിന്നോ വാങ്ങുന്നത് പോലെ അല്ല, അതിൻ്റെ എണ്ണയുടെ സ്വഭാവം മാറ്റമുള്ളതുകൊണ്ട് റിഫൈനറീസിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിൻ്റെ നടപടികളും മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി ഇപ്പോൾ ഒരു സഹകരണത്തിൻ്റെ പാതയിൽ തന്നെയാണ് ഇന്ത്യ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. നേരത്തെ ട്രംപ് ചൈനയിൽ സന്ദർശനം നടത്തിയിരുന്നു. അവിടെയും വലിയ കരാറുകളിലേക്ക് പോയി. ഇപ്പോൾ $500 ബില്യൺ കരാറാണ് ഇന്ത്യയുമായി ഒപ്പുവെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ പ്രതിരോധ മേഖല, അതോടൊപ്പം ഊർജം, സാങ്കേതികവിദ്യ, AI മേഖല, അങ്ങനെ പല കാര്യങ്ങളിൽ ആയാണ് ഈ ഒരു കരാറിലേക്ക് പോയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള അങ്ങനെ ഒരു നിക്ഷേപം അമേരിക്കയെ സംബന്ധിച്ച് അവർക്കും വലിയ ആഹ്ലാദം പകരുന്നൊരു കാര്യമാണ്. കാരണം കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് അവരുടെ രാജ്യത്തേക്ക് നിക്ഷേപം എത്തുന്നു എന്നത് ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഹിതപരിശോധനയിലേക്ക് അമേരിക്ക പോവുകയാണ്. ആ ഒരു ഘട്ടത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപം അമേരിക്കയിലേക്ക് എത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റൂബിയോയുടെ സന്ദർശനം 4 ദിവസത്തേക്കാണ്. അദ്ദേഹം ജയ്പൂരും ആഗ്രയും കൊൽക്കത്തയിലാണ് അദ്ദേഹം ആദ്യം എത്തിയത്. തുടർന്ന് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. ഇന്ന് എസ് ജയശങ്കർ, വിദേശകാര്യമന്ത്രി, അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കൂടുതൽ തന്ത്രപ്രധാനമായ മേഖലകളിലേക്ക് ചർച്ചകൾ കടക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. മാത്രമല്ല, പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഇന്ത്യ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്നൊരു ആവശ്യമാണ്. അതിന്മേലുള്ള ചർച്ചയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിനോദ്, അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി ഉറപ്പുള്ളതാക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട് മാർക്കോ റൂബിയോയുടെ ഈ കൂടിക്കാഴ്ചയ്ക്ക്. അപ്പോൾ ഈ വാണിജ്യ വ്യവസായ മേഖലകളിൽ, അതുപോലെ തന്നെ ഊർജ്ജ മേഖലകളിലൊക്കെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജ മേഖലയിലെ നിക്ഷേപം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ തന്നെ നമുക്കറിയാം, റിലയൻസിൻ്റെ വലിയൊരു നിക്ഷേപം അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്. അദാനിക്ക് മേൽ നേരത്തെ അമേരിക്ക ചുമത്തിയിരുന്ന ചില കേസുകളുണ്ട്. അതെല്ലാം തന്നെ ഒഴിവാകുന്ന സാഹചര്യമുണ്ട്. അതായത് ഇന്ത്യയിലെ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് മേൽ ഉണ്ടായിരുന്ന സമ്മർദ്ദങ്ങൾ, അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ അമേരിക്കയിലേക്ക് പോവുകയും നേരത്തെ ഉണ്ടായിരുന്ന അമേരിക്കയുടെ ചില തടസ്സങ്ങൾ ഒഴിവാകുകയും ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യയുമായി കൂടുതൽ ഊഷ്മളമായ ഒരു ബിസിനസ് സാഹചര്യങ്ങളിലേക്കാണ് അമേരിക്ക എത്തുന്നത്. അത് സ്വാഭാവികമായും ഇരു രാജ്യങ്ങളെ സംബന്ധിച്ചും മെച്ചമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല, ഈ ഊർജ്ജ പ്രതിസന്ധി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങിയ ശേഷം വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി തന്നെ രാജ്യത്തെ അഭിസംബോധന പറഞ്ഞത് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമൊക്കെ ഉപയോഗിക്കണം, നമ്മൾ സ്വയം ലോക്ക്ഡൌണിലേക്ക് പോകണം. അത് ഇന്ധനത്തിന്റെ കാര്യത്തിൽ അത്തരം സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒരു ഊർജ്ജ മേഖലയിൽ മാർക്കോ റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം തുടരുകയാണ്. ഇന്ന് അദ്ദേഹം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വി വിനോദാണ് കൂടുതൽ വിവരം നൽകിയത്.